എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ റിസൾട്ട് 2025 വാല്യുവേഷൻ ക്യാമ്പ് അവസാനിച്ചിരിക്കുന്നു. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നിങ്ങനെയുള്ള അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2025 വാല്യുവേഷൻ ക്യാമ്പ് അവസാനിച്ചിരിക്കുന്നു. അതായത് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് അവസാനിച്ചു. സാധാരണ എല്ലാ വർഷങ്ങളിലും +1 റിസൾട്ടിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ, ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് 2022-24 ബാച്ചാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ 2022 പ്രവേശനം നേടി 23 ഒരു ജൂലൈ 14 എൻ്റെ +1 റിസൾട്ട് വരുന്നത്. അതിനുശേഷം ഒരു ഏപ്രിൽ എന്ത് ചെയ്തു, പരീക്ഷ നടന്നു, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എന്ത് ചെയ്തു, അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്തു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പബ്ലിഷ് ചെയ്തു. എന്നാൽ ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞ് പിന്നെ വരുന്ന ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ബാച്ച് മുതൽ എന്താണ്, നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാമിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുള്ളായിരുന്നു. അപ്പോൾ ഈ +2 പബ്ലിക് എക്സാമിൻ്റെ ഒപ്പം തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ വന്നതുകൊണ്ട് തന്നെ +2 പബ്ലിക് എക്സാമിനൊപ്പം തന്നെ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ വാല്യുവേഷൻ അവസാനിച്ചിരിക്കുകയാണ്. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. എന്തായാലും വാല്യുവേഷൻ അവസാനിച്ച സ്ഥിതിക്ക് ഇന്നു മുതൽ ടാബുലേഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ടാബുലേഷൻ വർക്കുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടാബുലേഷൻ വർക്കുകൾ എന്ന് പറയുന്നത്. എന്തായാലും ആ ടാബുലേഷൻ വർക്കുകളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടന്നിട്ടുണ്ട്. ടാബുലേഷൻ വർക്ക് ഒരു 1 വീക്ക് എന്തായാലും കാണും. ഒരാഴ്ചത്തോളം കാലം ടാബുലേഷൻ വർക്ക് എന്തായാലും കാണും. ആ ഒരാഴ്ചത്തെ ടാബുലേഷൻ വർക്കുകൾക്ക് ശേഷം എന്ത് ചെയ്യും, ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. അത് പെട്ടെന്ന് വരുമെന്ന് പറയാൻ നമ്മൾ കാരണമായിട്ട് എടുത്ത് പറയുന്നത്, ഈ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾ ഇതോടൊപ്പം +2 എഴുതിയിട്ടുണ്ട്. ഈ വർഷം +2വിന് ശേഷം ഫർദർ സ്റ്റഡീസിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് +2 റിസൾട്ട് പോലെ തന്നെ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വൈകിച്ച് കളയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ വാല്യുവേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ +2 റിസൾട്ടിന് മുമ്പ് തന്നെയായിട്ട്, ഇപ്പോൾ +2 റിസൾട്ട് മെയ് 2nd വീക്ക് വരുമെന്നൊക്കെയാണ് അറിയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഏപ്രിൽ മാസം 7-ാം തീയതി +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞ് ടാബുലേഷൻ വർക്കുകളിലേക്ക് കടന്നു. അങ്ങനെ വരുമ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഒരാഴ്ചയോളം ടാബുലേഷൻ വർക്കുകൾ നീണ്ടു നിൽക്കും. അതിനുശേഷം ഏപ്രിൽ മാസം ഒരു 25-30 ഉള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വിദ്യാർത്ഥിനികൾക്ക് ലഭ്യമാകും. ഹൗ ടു ചെക്ക് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട്, എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക, അപ്ഡേറ്റ് പരിശോധിക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ റിസൾട്ട് ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ കേരളത്തിൽ വരികയുള്ളൂ. അത് വെബ്സൈറ്റാണ് kerala-results.nic.in. kerala-results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെ ഫലം വരികയുള്ളൂ. ഈ വെബ്സൈറ്റിൽ ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം 2025 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല, റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ലിങ്ക് ആക്റ്റീവ് ആകുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ kerala-results.nic.in എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി ഡയറക്ടറിൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെ പോകും, DHSCയുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോകും. അതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്
ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2025 എന്ന ലിങ്ക് വന്നു കഴിയുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. എന്തായാലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഏപ്രിൽ മാസം 25-നോ 30-നോ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം. റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഇസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.